നേരിൻ്റെ വഴിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജീവിതത്തിൽ നല്ല പേര് കാത്തു സൂക്ഷിക്കുന്നത് എല്ലായ്പ്പോഴും അനുഗ്രഹമായ ഒരു കാര്യമാണ്. അതിനുവേണ്ടി എത്തിക്കുന്നതും ത്യാഗം ചെയ്യുന്നതുമൊക്കെ ഒരിക്കലും നഷ്ടമല്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. നല്ല പേര് ജീവിതത്തിൽ നേടിയെടുക്കുന്നത് എളുപ്പമുള്ള കാര്യമല്ല. പക്ഷേ കഠിനാധ്വാനത്തിലൂടെയും ത്യാഗത്തിലൂടെയും നല്ല പേര് നേടിയെടുക്കുവാൻ കഴിയുമെന്നത് എത്രയോ സത്യമാണ്. അങ്ങനെയൊക്കെ ജീവിതത്തെ മാറ്റിമറിച്ച ഒരുപാട് ആളുകൾ ഈ ഭൂമിയിലുണ്ട്. രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഉൾപ്പെട്ട അമേരിക്കൻ പടക്കപ്പലിൽ ലെക്സിംഗ്ടൺ എന്ന പ്രസിദ്ധമായ പടക്കപ്പലിൽ ജോലി നോക്കുന്ന ഒരു അമേരിക്കക്കാരനായ യുവ സഹോദരനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. 1942 അദ്ദേഹത്തിൻ്റെ ഹോം ബേസായ കാരിയർ ലെക്സിംഗ്ടണിൽ ഇരട്ട എഞ്ചിനുള്ള ഒരു വിമാനം പറത്തി അദ്ദേഹം ശത്രു നിരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് 9 ജപ്പാനീസ് വിമാനങ്ങൾ തനിക്കെതിരെ വരുന്നത് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അവരെ തടഞ്ഞില്ലെങ്കിൽ തൻ്റെ ഹോം ബേസായ ലെക്സിംഗ്ടൺ എന്ന പടക്കപ്പലിനെ അവർ തകർത്തെറിയുമെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അതുകൊണ്ട് ജീവൻ പണയം വെച്ചും അവർക്കെതിരെ അദ്ദേഹം പോരാടുക മാത്രമല്ല 5 വിമാനങ്ങളെ അദ്ദേഹം തകർത്തു. അപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ ആയുധങ്ങൾ തീർന്നു പോയിരുന്നു. ഭാഗ്യവശാൽ തൻ്റെ സുഹൃത്തുക്കൾ സഹായത്തിന് എത്തിയതുകൊണ്ടാണ് രക്ഷപ്പെടുവാൻ അദ്ദേഹത്തിന് സാധിച്ചത്. ഏതാണ്ട് 1 വർഷം കഴിഞ്ഞപ്പോൾ അദ്ദേഹം മറ്റൊരപകടത്തിൽ ഈ ലോകത്തോട് വിട പറയുവാനിടയായി. രണ്ടാം ലോക മഹായുദ്ധത്തിൽ ആദ്യമായി ഒരു നേവൽ ഓഫീസറിന് അമേരിക്കൻ പ്രസിഡന്റിൻ്റെ അവാർഡ് നൽകിയത് ഈ ചെറുപ്പക്കാരനായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരാണ് ബുച്ച് ഒഹെയർ. പക്ഷേ ആ കഥ അവിടം കൊണ്ട് അവസാനിക്കുന്നില്ല. സത്യത്തിൽ ബുച്ച് ഒഹെയറിനെ ആ നിലവാരത്തിലേക്ക് എത്തിച്ചത് തൻ്റെ പിതാവ് തന്നെയാണ്. 1920കളിൽ അറിയപ്പെടുന്ന ഒരു ലോയറായിരുന്നു അദ്ദേഹത്തിൻ്റെ പിതാവ്. എന്നാൽ അതിലുപരി ക്യാപ്പോൺ എന്നു പേരുള്ള ഒരു കുറ്റവാളി സംഘത്തിൽ അദ്ദേഹം സഹകരിക്കുകയും അത് മുഖാന്തരം ധാരാളം പണം അദ്ദേഹം നേടിയെടുക്കുകയും ചെയ്തു. ഒരുപാട് പണമുണ്ടാക്കിയെങ്കിലും യാതൊരു സമാധാനവും അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിലുണ്ടായിരുന്നില്ല. കാരണം തൻ്റെ മകൻ തൻ്റെ മാതൃക പിന്തുടരുതെന്ന് ഈ മനുഷ്യന് വളരെ നിർബന്ധമുണ്ടായിരുന്നു. ഒടുവിൽ തൻ്റെ സമാധാനം നഷ്ടപ്പെട്ടിട്ട് അധികാരികളുടെ അടുക്കൽ ചെന്നിട്ട് ഈ കുപ്രസിദ്ധ കുറ്റവാളി സംഘത്തെക്കുറിച്ച് വിവരങ്ങൾ കൈമാറി. അതിൻ്റെ അനന്തരഫലം എന്തായിരിക്കുമെന്ന് നല്ല ബോധ്യമുണ്ടായിരുന്നിട്ടും തൻ്റെ മകനെ ഓർത്ത് അത് ചെയ്യുവാൻ ഈ പിതാവ് തയ്യാറായി. അതിൻ്റെ ഫലമായി ആ കുറ്റവാളി സംഘങ്ങൾ ഈ മനുഷ്യനെ വെടിവെച്ച് വീഴ്ത്തി. ഈ കുറ്റവാളി സംഘവുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും അവസാനിപ്പിക്കുകയും ആ കറ കഴുകിക്കളഞ്ഞിട്ടാണ് ഈ ലോകത്തോട് വിട പറയുവാൻ ആ പിതാവിനിടയായത്. സത്യത്തിൽ ആ പിതാവിൻ്റെ മകനാണ് ബുച്ച് ഒഹെയർ. അമേരിക്കയുടെ സൈനിക വിഭാഗത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുകയും ഒരു നല്ല നേവൽ ഓഫീസറായി അദ്ദേഹം മാറുവാനും ഇടയാക്കിയത് ആ ഒരു പിതാവിൻ്റെ ത്യാഗമാണ്. മകൻ്റെ
ജീവിതത്തെ ഓർത്തുള്ള വലിയ ത്യാഗം. ലോകത്തിലെ ഏറ്റവും പ്രസിദ്ധമായ, ഏറ്റവും തിരക്കുള്ള ഷിക്കാഗോയിലെ ഒഹേൽ ഇൻ്റർനാഷണൽ എയർപോർട്ട് എന്ന പേര് വരുവാൻ കാരണം പോലും അന്ന് രാജ്യത്തിൻ്റെ അഭിമാനം കാത്തു സൂക്ഷിച്ച, രാജ്യത്തെ രക്ഷിച്ച ബുച്ച് ഒഹേൽ എന്ന ആ ചെറുപ്പക്കാരനെ ആദരിക്കേണ്ടതിനാണ്. ഇന്നും ഒഹേർ എന്ന പേര് ലോകത്തിൽ അറിയപ്പെടുന്ന ഒരു പേരായിട്ട് നിൽക്കുന്നു. എല്ലാറ്റിൻ്റെയും പിൻപിൽ തൻ്റെ ത്യാഗങ്ങൾ മകന് നന്മയാകണമെന്ന് ആഗ്രഹിച്ച ഒരു നല്ല പിതാവിൻ്റെ തീരുമാനം മാത്രമാണ്. സത്യത്തിൽ ജീവിതത്തിൽ ചില മാറ്റങ്ങളൊക്കെ വരുമ്പോൾ വേദനയുണ്ടാക്കുമെങ്കിലും മറ്റുള്ളവർക്കത് പ്രയോജനപ്പെടുമെങ്കിൽ, നന്മയാകുമെങ്കിൽ അതിനെ ഓർത്ത് ഭാരപ്പെടേണ്ടതില്ല. അതുമാത്രമല്ല, ഏറ്റവും നന്നായി തലമുറകൾക്ക് മാതൃകയായി ജീവിക്കുവാൻ കഴിഞ്ഞാൽ അതല്ലേ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം. ബുച്ച് ഒഹേർ ലോകത്തിലെ അറിയപ്പെടുന്ന ഒരു മനുഷ്യനായി മാറിയതിൻ്റെ പിൻപിൽ ത്യാഗം ചെയ്ത പിതാവിൻ്റെ ജീവിതമാണ്. നമുക്കൊക്കെ ഇതൊരു മാതൃകയാവണ്ടേ? വരുന്ന തലമുറകൾ ആദരിക്കപ്പെടണമെങ്കിൽ നമ്മുടെ ജീവിതം മാതൃകയുള്ളതാക്കി മാറ്റാം. തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിലും ആവർത്തിക്കാതിരിക്കാം. നല്ലതിലേക്ക് കാലുകൾ എടുത്തു വയ്ക്കാം. അതെല്ലാം നന്മയ്ക്കായി മാത്രമേ കൂടി വ്യാപരിക്കൂ.